നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിലെ സ്ത്രീകൾ ഒരു അധികം ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യം, അതായത് മാസങ്ങളോളം നീളുന്ന ഒരു യുദ്ധ സാഹചര്യം രാജ്യത്തെ ഒരു സമാധാന അന്തരീക്ഷത്തെ മുഴുവൻ തകർത്തിരിക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധസമയം സ്ത്രീകളും കുട്ടികളും ഏറെ ദുരിതം നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ഇസ്രായേലി സ്ത്രീകൾ സ്വയരക്ഷയ്ക്കായുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രമണത്തിന് ശേഷം, അതായത് ഹമാസ് ആക്രമണത്തിന് ശേഷം തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ കുതിച്ചുയർന്നിരിക്കുകയാണ്. ഒക്ടോബറിന് ശേഷം 42,000 സ്ത്രീകളാണ് ലൈസൻസിനായി, അതായത് തോക്ക് ലൈസൻസിനായി അപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടി വർധനയാണ് തോക്ക് ലൈസൻസ് അപേക്ഷകരിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 42,000 പേർ അപേക്ഷിച്ചതിൽ 18,000 പേർക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് സുരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തോക്ക് കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇളവ് നൽകിയിരുന്നു. ഇതിന് മേൽനോട്ടം വഹിച്ചത് തീവ്ര വലതുപക്ഷ നേതാവും സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗിവീർ ആണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബെൻ ഗിവീറിന്റെ വാഗ്ദാനം അനുസരിച്ച് 2022 അധികാരമേൽക്കുമ്പോൾ തന്നെ നിയമം പരിഷ്കരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം. നിലവിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുള്ളത് ഇസ്രായേലിലും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലുമായി 15,000-ലേറെ സ്ത്രീകൾക്കാണ്. ഇതിൽ 10,000 പേർ നിർബന്ധിത പരിശീലനം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹമാസ് മിന്നൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ തോക്ക് ലൈസൻസ് നേടാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഒക്ടോബർ 7-ാം തീയതി ദക്ഷിണ ഇസ്രായേൽ പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അതായിരുന്നു നിലവിലെ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കാരണമായത്. 1,200 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 300 സൈനികരും ഉൾപ്പെടുന്നുണ്ട്. 251 ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി. സംഭവത്തിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഉന്മൂലന നാശമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. 8 മാസത്തിനിടെ 37,431 ഫലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവർ 100,000-ത്തിലധികം പേരും. ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന ഭീതിയിലാണ്, ഭയത്തോടെയാണ് അവിടെയുള്ള ഏവരും ആയിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിന് ശേഷം മിക്ക ഇസ്രായേലികളെ പോലെ നമുക്ക് നമ്മളേ ഉള്ളൂവെന്ന തിരിച്ചറിവ് അത് ആ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ജീവൻ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന സ്ഥിതിയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ജാഗരൂകരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സ്വയം രക്ഷയെടുക്കുക എന്നതിന് മുന്നോടിയായിട്ടാണ് തോക്ക് ലൈസൻസിനായിട്ടുള്ള അവരുടെ നീക്കം. ഇപ്പോൾ തോക്കില്ലാതെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നാണ് അവിടെയുള്ളവർ തന്നെ പ്രതികരിക്കുന്നത്. ഒരു കയ്യിൽ കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു കയ്യിൽ എന്തെങ്കിലും വസ്തു, മറുകൈയിൽ തോക്ക്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളായിരിക്കുന്നതെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇന്നലെ മാത്രം പൊലിഞ്ഞത് 101 ഫലസ്തീനികളാണ്. ഗാസയിലെ ഷാദി, തൂഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ മാത്രം 54 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം, ഇതേ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ കൂടിയാണിത്. അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണം സൈന്യം നടത്തി. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.